ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതിയ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് ടേം എക്സാം, ഹാഫ് ഇയർലി എക്സാം 2025, അതിൽ 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല. ക്വസ്റ്റ്യൻസ് ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് കൂടുതൽ വായിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ദ പാസേജ് ടു ഡിസ്ക്രൈബ് ദ വിൻഡ്? വിൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ പാസേജിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒരുമിച്ച് പറയാം കേട്ടോ. 1, 2, 3, 4, 5ൻ്റെയും ആൻസർ ഒരുമിച്ചാണ് പറയുന്നത്. 2. വാട്ട് വാസ് ദി ഇഫക്റ്റ് ഓഫ് ദ വിൻഡ് ഓൺ ദ ഓതേഴ്സ് ഹൗസ് ഇൻ ബാംഗ്ലൂർ? 3. What assumption regarding rains was made by the author from the turbulent flight? 4. Why did the author usually schedule her visit during June? 5. Pick out a word from the passage that means become more intense. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആദ്യം പറയാം. ഫസ്റ്റത്തെ ആൻസർ ബ്രൂട്ടൽ വിൻഡ്, menacing growl and windy face. രണ്ടാമത്തതിൻ്റെ ആൻസർ ദ വിൻഡ് ഹാഡ് എ ഡ്രമാറ്റിക് ഇഫക്റ്റ് ഓൺ ദ ഹൗസ്, ഡോർസ് അൺലാച്ച്ഡ് ദംസെൽസ്, വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്, ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രോൺഡ് ആൻഡ് ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. 3. ദ പോസിബിലിറ്റി ഓഫ് റെയിൻ. 4. ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ. 5. എസ്കലേറ്റഡ്. ഓക്കെ, അപ്പോൾ 1 to 5 ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ക്വസ്റ്റ്യൻ 6 മുതൽ 9 വരെ ഉള്ളതിൻ്റെ ആൻസേഴ്സ് ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സക്സസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ സക്സസ് എന്ന പോയത്തിലെ ലൈൻസ് ആണ്. അത് വെച്ചുകൊണ്ട് 6 മുതൽ 9 വരെ ഉള്ളതിന് ആൻസേഴ്സ് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ ബൈ ഗ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ മീൻ? 7th, ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. റൈമിംഗ് സ്കീം ഓഫ് ഫസ്റ്റ് സ്റ്റാൻസയാണ് ചോദിച്ചിരിക്കുന്നത്. സോറ്, മോറ്, ക്ലൈംബ്, ടൈം. എ ബി ആവും. അത് നമുക്ക് നോക്കാം, ആൻസർ പറയാം. ഹൗ ഡു യു ഇൻറ്ററപ്റ്റ് ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം? 9. ഹൗ ഡു ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ അപ്പിയർ വെൻ സീൻ നിയറർ? അപ്പോൾ ആൻസേഴ്സ് നോക്കാം. ആറാമത്തതിൻ്റെ ആൻസർ വർക്കിംഗ് കൺസിസ്റ്റൻ്റ്ലി. 7. എ ബി ആണ് റൈമിംഗ് സ്കീം വരിക. 8. ദിസ് ഫ്രേസ് റിഫേഴ്സ് ടു ദ ചലഞ്ചസ്, ഗോൾസ് ഓർ ഹൈ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പ്രസൻറ്റ് ഇറ. ദ വേർഡ് ക്ലൗഡി സജസ്റ്റ് ദാറ്റ് ദീസ് ഗോൾസ് മേ സീം ഡിഫിക്കൽട്ട് ടു റീച്ച് ഓർ ഡിസ്റ്റൻറ്റ് വെൽ സമ്മിറ്റ്സ് റെപ്രസെൻറ്റ് ദ പീക്ക് ഓഫ് സക്സസ്. 9. വെൻ സീൻ നിയറർ ദേ അപ്പിയർ as gigantic flights of stairs. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം 10ാമത്തെ ക്വസ്റ്റ്യൻ 10A 10B ഉണ്ട് കേട്ടോ. 10A അല്ലെങ്കിൽ 10B ആണ്. നമ്മൾ രണ്ടും ഇതിൽ ആൻസർ ചെയ്യുന്നുണ്ട്. 10A എന്താ? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം സീ ഫീവർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് തീമാണ്. അപ്പോൾ സീ ഫീവറിലെ ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങളൊരു അപ്രിസിയേഷൻ തയ്യാറാക്കണം. 10A. 10B നോക്കൂ, ഇവിടെ സീ ഫീവറും കൊടുത്തിട്ടുണ്ട്, റിമെമ്പർ ദ ഓൾഡ് റോഡ്, 2 പോയട്രിയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് പാരഗ്രാഫ് ഉണ്ടാകണം. രണ്ടിൻ്റെയും തീമുകളെല്ലാം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ 10A അപ്രിസിയേഷൻ ആദ്യം പറയാം, അതിനുശേഷം 10B പറയാം കേട്ടോ. അപ്പോൾ 10A ആണ്. ജോൺ മാസ്ഫീൽഡ് സീ ഫീവർ express an intense longing for the sea and a free, unfettered life. The central theme is the irresistible call of the ocean and the desire for a simple, natural existence away from landlocked life. The speaker yearns for the vagrant gypsy life of a sailor. Vivid images bring the scene to life: the running tide, white cloud flying, flung spray and the blown swim, and a seagulls crying. These sensory details immerse the reader in the maritime environment. Poetic devices enhance the poem's musicality and impact. Repetition of "I must go down to the sea again" emphasizes the speaker's yearning. Alliteration is used effectively in phrases like "wild call" and "a clear call" and "white clouds flying." A simile is present in "where the wind's like a whetted knife," conveying the wind's sharp intensity. The poem's rhythm and rhyme scheme also contribute to its flowing song-like quality. Next, 10B.
ആൻസർ ബോത്ത് പോയംസ് എക്സ്പ്ലോർ ഡീപ് കണക്ഷൻ വിത്ത് നേച്ചർ. രണ്ട് പോയംസ് തന്നിട്ടുണ്ടല്ലോ, രണ്ടിനെയും കമ്പയർ ചെയ്ത് എഴുതാനാണ്. രണ്ട് പോയം ബോത്ത് പോയംസ് എക്സ്പ്ലോർ എ ഡീപ് കണക്ഷൻ വിത്ത് നേച്ചർ ബട്ട് ദ തീംസ് ആൻഡ് ടോൺ ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. ഇപ്പോൾ സീ ഫീവർ നോക്കാം. സീ ഫീവർ എക്സ്പ്രസസ് എ പാഷനേറ്റ് ലോങ്ങിങ് ഫോർ ദ സീ, എ വൈൽഡ് കോൾ ദാറ്റ് കനോട്ട് ബി ഡിനൈഡ്, ഫോക്കസിംഗ് ഓൺ ദ ഡൈനാമിക് അൺടേംഡ് എലമെന്റ്സ് ലൈക്ക് വിൻഡ്, സ്പ്രേ ആൻഡ് ക്രൈയിങ് ഗേൾസ്. ദ ടോൺ ഈസ് വൺ ഓഫ് അർജന്റ് ഡിസയർ ആൻഡ് exhilaration. Remember, the old road presents a more reflective and nostalgic theme. The speaker is physically weary from a difficult journey but finds solace and youth restored by the peaceful natural scene of the valley and stream. The tone is calm and introspective. While both speakers are drawn to natural environments, Mansfield's character seeks the vigorous, untamed power of the ocean, whereas Bourne's character finds a restorative peace and a connection to the past in a tranquil, land-based landscape. The former is a call to action and adventure. The latter is a moment of rest and reflection. 10A or 10B കഴിഞ്ഞു. ഇനി വരുന്നത് 11 മുതൽ 14 വരെയുള്ള ആൻസേഴ്സ് ആണ്. അത് നമ്മൾ ഈ പാസേജ് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് റിയാക്ട് അറ്റ് ഫസ്റ്റ് വെൻ ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട് ആണ്. അപ്പോൾ നമുക്ക് 11, 12 വാട്ട് ഡിഡ് രവി ഡിസൈഡ് ടു ഡു റാദർ ദാൻ ഗിവിംഗ് അപ്പ്. 13 വാട്ട് ഡസ് ദ ഷെയറിംഗ് ഓഫ് വെൽത്ത് ബൈ രവി ടെൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ. 14 വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി. ദെൻ അതിലൊരു ചൂസ് ദി കറക്റ്റ് ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ 11 മുതൽ 14 വരെയുള്ള ആൻസേഴ്സ് ആണ് ഇനി പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക. 11 ദേ ലോഫ്ഡ് ആൻഡ് മോക്ക്ഡ് അറ്റ് രവി, ആൻസർ വരുന്നത്. 12 he decided to continue taking care of the seed with patience and hope. അടുത്തത് 13th ആൻസർ he is compassionate and generous. 14th ആൻസർ ഓപ്ഷൻ 3 and 4 വരുന്നതാണ് കേട്ടോ, 3ഉം 4ഉം. അതായത് പേഷ്യൻസ് സ്പ്രിംഗ് റിവാർഡ്സ്, സക്സസ് കംസ് ഫ്രം ഹാർഡ് വർക്ക് ആൻഡ് കൈൻഡ്നസ്. ഈ 3ഉം 4ഉം ആൻസർ വരുന്നുണ്ട്. സോ അതിൽ ആൻസർ സി ആണ് കേട്ടോ. 14ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ 11 മുതൽ 14 വരെ കഴിഞ്ഞു. ഇനി 15A or 15B ആണ്. 15A എന്താ? ദ ട്രാവൽ ആർട്ടിക്കിൾ ദ സഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് depicts the efficient efforts of dabawalas amidst the hustle and bustle of Mumbai. Prepare a write-up on the systematic distribution system and the dedication of dabawalas on the basis of your reading of the article. അപ്പോൾ ദ സഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സിൻ്റെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഹിന്റുകൾ വെച്ച് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കണം. 15B ആണെങ്കിൽ ദ സ്റ്റോറി ദ ടോയ്ലറ്റ് ഹൈലൈറ്റ്സ് ദാറ്റ് ക്രിയേറ്റിവിറ്റി കനോട്ട് ബി ബൗണ്ട് ബൈ എനി ബൗണ്ടറീസ്. ഇറ്റ് ഷോസ് ദാറ്റ് വൺസ് പാഷൻ ക്യാൻ ഡു വണ്ടേഴ്സ് ടു. പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ റീഡിംഗ് ഓഫ് ദ ലെസൺ. അപ്പോൾ ദ ടോയ്ലറ്റ് എന്നുള്ളതിൽ നിന്ന് റിവ്യൂവും അതേപോലെ ഫസ്റ്റ് 15A നമുക്കൊരു റൈറ്റപ്പും ആണ് ആദ്യം വേണ്ടത്. 15A 15B നോക്കാം. 15A ആണ്. The Mumbai Dabawalas, a unique and efficient lunchbox delivery system, have humble beginnings but have grown into a huge network known for its reliable and flawless service. Their operations involve several key systematic processes: collection and distribution. Dabawalas collect carrier-laden crates from customers' homes or starting points in the morning. These are then transported to a designated changing points, often near railway stations. Alphanumerical marking system. At the changing points, the tiffin carriers are sorted based on an alphanumerical marking system that encodes the origin station, destination station, and the final delivery address. This system ensures accuracy despite illiteracy among some workers. Discipline and courteous service. The Dabawalas are highly disciplined and courteous, distinguishing themselves with their iconic white caps. This dedication contributes to their reputation for reliability. Flawless execution. The entire process from collection to delivery and the return policy operates with remarkable precision, a system that has been studied globally for its efficiency. Next 15B ആണ്. The story The Toilet is a powerful narrative highlighting that creativity and passion can flourish regardless of one's circumstances, leading to self-realization and success. The story is about a young girl who during her December holidays finds herself locked at home on weekdays. She discovers a public toilet in a nearby park, which becomes her secret sanctuary for reading magazine stories and eventually writing her own. Encouraged by her English teacher to write for the school magazine, she pursues her passion.
A humiliating experience in front of her sister's room becomes a turning point, motivating her further. Through writing, she finds her true passion, achieves self-realization, and ultimately establishes herself as a writer. The review emphasizes the themes of resilience, the transformative power of passion, and how one can overcome adversity to achieve their dreams. ദെൻ ഇനി 16A ആണ്. 16A അതുപോലെ 16B ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല. 16 നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 16Aയുടെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. 16A നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതിൻ്റെ ഹെഡ്ലൈനാണ് സ്വീഡിഷ് റൈറ്റർ സെൽമ ലാഗർലോഫ് വിൻസ് നോബൽ പ്രൈസ്, ഫസ്റ്റ് വിമൺ ഓണേർഡ്. അപ്പോൾ നമ്മൾ ഒരു പ്ലേസും ഒരു ഡേറ്റും കൊടുത്തു. സ്റ്റോക്ക്ഹോം December 10, 1909. In a historic decision, the Swedish Academy today announced that the prestigious Nobel Prize in Literature has been awarded to the celebrated Swedish author Selma Lagerlöf. The announcement marks a landmark moment in history as Lagerlöf becomes the first woman ever to receive the coveted award since its inception. The news has resonated across leading dailies worldwide, celebrating the recognition of Lagerlöf's significant contribution to literature, known for her captivating storytelling and imaginative works, including the widely acclaimed The Wonderful Adventures of Nils. Lagerlöf's victory is being hailed as a triumph for women in the literary world. The official award ceremony is expected to take place in due course, with the literary community eagerly awaiting the formal presentation of the honor. 16A കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 16B. 16B ബെതനി ഹാമിൽട്ടൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. 16B നോക്കാം. ബെതനി ഹാമിൽട്ടൺ is a true symbol of courage, patience and resilience. Bethany Hamilton's character as presented in the extract highlights remarkable strength in the face of adversity. Her courage is evident in her decision to return to professional surfing shortly after a life-altering shark attack, demonstrating a fearless spirit that refused to be defeated by fear. She displayed immense patience during her recovery and rehabilitation process, understanding that regaining her physical strength and surfing abilities would take time and consistent effort. Her resilience shines through her ability to adapt to her new physical condition, developing a unique surfing style and continuing to compete at a high level, inspiring millions with her unwavering determination to overcome challenges. 16B കഴിഞ്ഞാൽ നെക്സ്റ്റ് 17A 17B ഉണ്ട്. നമുക്ക് 17A മെയിലാണ്, ഇമെയിലാണ് കേട്ടോ. 17A ആണ് ആൻസർ പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. 17Aയിൽ നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മളൊരു ഫ്രം അഡ്രസ്സ് ഉണ്ടാവും അല്ലേ, നമ്മൾ അയക്കുന്നവരുടെ. അതിവിടെ കൊടുക്കണം എന്നില്ല, അത് ഞാൻ വെറുതെ കൊടുത്തു, അറിയാൻ വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ. ഫ്രം നമ്മൾ ഉറപ്പായിട്ടും ഒരു 2 അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. 2 അഡ്രസ്സ്. സബ്ജക്റ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ കൊടുക്കുക. അഡ്മിറേഷൻ ഫോർ ദ മെറ്റിക്കുലസ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് മുംബൈ ദാബാവാലാസ് ആണ്. Dear President, I am writing this email to express my profound admiration for the exceptionally disciplined and efficient work system of the Dabawalas in Mumbai. Having recently read the travel article titled The Saga of the Tiffin Carriers, I was highly impressed by the meticulous planning and flawless execution demonstrated by your association members daily. The precision with which thousands of tiffin boxes are collected, sorted, delivered and returned is truly remarkable and a testament to the dedication and robust system in place. The Dabawalas work is an inspiring example of operational excellence and team coordination, which has gained global recognition. Thank you for upholding such an incredible standard of service. Sincerely, your name. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചുരുക്കാട്ടോ. ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാവുന്നതാണ്. ഇനി 17Bയുടെ ആൻസർ ആണ്. 17B. Kerala, once synonymous with abundant monsoon rains, now faces an erratic and indifferent weather pattern. The consequences of this change are significant and widespread. The most immediate impact is on agriculture, a cornerstone of the state's economy, as crops like paddy, spices and rubber suffer from insufficient water supply. This leads to reduced yields, financial hardship for farmers and increased food prices. Furthermore, the inconsistent rain affects the state's water resources. Reservoirs often do not reach full capacity, threatening hydroelectric power generation, leading to potential power cuts. The decline in rainfall also impacts drinking water availability, forcing communities to rely on external sources and face potential water scarcity. The natural beauty of Kerala, heavily reliant on the lush greenery sustained by the monsoon, also diminishes, impacting the tourism industry. The once predictable rhythm of life tied to the seasons is disrupted, forcing people to adapt to an uncertain climate future with potential long-term environmental and socio-economic challenges. അപ്പോൾ ഇതിൽ ഞാൻ
കൊടുത്തിരിക്കുന്നത് മഴ ഹെവി ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. മഴ നമുക്കിപ്പോൾ മഴക്കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഴ പെയ്യുന്നത് ടൈമിനല്ല, സീസണലല്ല, തോന്നിയ പോലെയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പെയ്യുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യമുള്ള സമയത്ത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നും മഴ പെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ പക്ഷെ അത് കാലം തെറ്റിയുള്ള ഒരു മഴയാണ് പലപ്പോഴും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനുശേഷം നല്ല വെയിൽ വരുമ്പോൾ നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റി എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് 18A ആണ്. 18A GVHS പാലക്കാട് നോട്ടീസാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക, ഒരു സ്കൂളിലെ പേര് കൊടുക്കുക, നിങ്ങളുടെ സ്കൂളിലെ പേര് കൊടുക്കുക, നോട്ടീസിന് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ലിറ്റററി വീക്ക് ആൻഡ് ബുക്ക് എക്സിബിഷൻ. ദിസ് ഇസ് ടു ഇൻഫോം ഓൾ സ്റ്റുഡൻസ് ദാറ്റ് ദി ഇംഗ്ലീഷ് ക്ലബ് ഇസ് ഓർഗനൈസിംഗ് എ ലിറ്റററി വീക്ക് ടു പ്രൊമോട്ട് റീഡിംഗ് ഹാബിറ്റ്സ് എമംഗ് സ്റ്റുഡൻസ്. ദി ഇവന്റ് വിൽ ഫീച്ചർ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് എ ബുക്ക് എക്സിബിഷൻ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജാനുവരി 15 ടു ജാനുവരി 21. വെന്യൂ സ്കൂൾ ലൈബ്രറി ഓർ ഓഡിറ്റോറിയം. ആക്ടിവിറ്റീസ് ബുക്ക് ഡിസ്പ്ലേ, സ്പെഷ്യൽ റീഡിംഗ് സെഷൻസ്, ലിറ്റററി ക്യൂസ് ആൻഡ് മോർ. Target audience, all students are encouraged to attend and participate. For further details, interested students may contact the Secretary of English Club. Your name, Secretary, English Club. Okay. അപ്പോൾ 18A ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോണത് 18B. 18B ഒരു ഡയറി എൻട്രി ആണ്. ബെഥനിയുടെ ഡയറി എൻട്രി. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. It has been a few days since the incident. The Oshi in my second home nearly took everything from me. The fear was immense, but the the initial shock wore off. A stronger feeling took over, determination. I can't imagine a life without surfing. The thought of giving it up is more painful than the injury itself. Dad has been amazing. His support is the anchor keeping me steady right now. He believes in me and that makes all the difference. I know the road ahead is long and tough, but I will get back on my board. I have to. The ocean is calling and I will answer. Bethany. ഈ ഡയറിയിൽ ലെറ്റർ പോലെ അവസാനം ബെഥനി ഒന്നും കൊടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അടുത്തത് 19 നമുക്ക് ബെഥനി ഹാമിൽട്ടന്റെ തന്നെ എന്താണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. ദെൻ 20 നമുക്കൊരു WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വെച്ച് 3 WH ക്വസ്റ്റ്യൻസ് വേണം. യെസ് നോ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഫാദർ വിൽ certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high up on his forehead and get up and walk toward me. 21 read the picture given below using the visual hints and your imagination. Write a story not exceeding 100 words. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു സ്റ്റോറി ഉണ്ടാക്കണം. 19, 20, 21 ആണ് ഇനി പറയാൻ പോകുന്നത്. 19 നോക്കൂ. ഒരു ബെഥനി ഹാമിൽട്ടന്റെ പ്രൊഫൈലാണിത്. ബെഥനി ഹാമിൽട്ടൺ ഇസ് ആൻ അമേരിക്കൻ പ്രൊഫഷണൽ സർഫർ. Born on 8 February 1990 in Lihu, Hawaii, US. At the age of 13, she tragically lost her arm in a shark attack. She is also a motivational speaker and author of the autobiography Soul Surfer, a true story of faith, family and fighting to get back on the boat. 2004 ലാണ് എഴുതിയത്. A documentary about her hurt of a soul surfer was released in 2007, followed by a movie Soul Surfer in 2011. Her honors including an ESPY award, NSSA National Helping Kids Champion and the ASP World Junior Championships. 19 കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 ആണ്. നമുക്ക് WH ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം. വേർ വിൽ 3 മതി, 4 ഉണ്ട് കേട്ടോ ഇതിൽ. വേർ വിൽ ഫാദർ ബി സിറ്റിംഗ്? വാട്ട് വിൽ ഹി ബി ഡൂയിങ് വെൻ ഹി സീസ് മീ? ഹു വിൽ ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവാർഡ് മീ? വിൽ ദ ഗാർഡൻ ബി ഫുൾ ഓഫ് സൺഷൈൻ, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ്? ഇതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഓക്കെ, ഇതിൽ 3 WH ക്വസ്റ്റ്യൻസും ആൻഡ് 1 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഒരെണ്ണത്തിന് യെസ് ഓർ നോ മാത്രം ആൻസർ, ബാക്കി നമുക്ക് 3 WH ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇതിൽ ഈ 3 WH ക്വസ്റ്റ്യൻ ആണ്. ഈ ലാസ്റ്റ് ഉള്ളത് വിൽ ദ ഗാർഡൻ. അപ്പോൾ ഇതിൽ യെസ് ഓർ നോ മാത്രമേ ആൻസർ വരുള്ളൂ, അങ്ങനത്തെ ക്വസ്റ്റ്യനുമാണ് കേട്ടോ. 4. ഇനി 21 ആ ഒരു പിക്ചർ അടിസ്ഥാനത്തിലുള്ള സ്റ്റോറിയാണ് പറയാൻ പോണത്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ചെറിയ സ്റ്റോറി.
The two boys, Leo and Finn, raced down the mountain path. പേര് കൊടുക്കുക അവർക്ക് ഏതെങ്കിലും രണ്ട് പേര്. Raced down the mountain path. Their laughter echoing through the vast canyon below. They had spent the morning exploring a hidden cave near the summit and were now hurrying back to their campsite before sunset. Finn in the lead pointed excitedly towards a distant eagle soaring on the wind currents. Last one to the bottom is a rotten egg, he yelled over his shoulder. Leo, energized by the clear mountain air, quickened his pace, determined not to lose. The winding trial felt endless, but the stunning view of the wilderness pushed them forward. It was an adventure they would recount for years to come. ഇനി നെക്സ്റ്റ് 22 മുതൽ 25 വരെയുള്ളതിൻ്റെയാണ്. നമുക്ക് 22ൽ റീഡ് ദ ഇൻഫർമേഷൻ ഗിവൺ ഓൺ ദ കവർ പേജസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ആർ ദ ടാർഗറ്റ് റീഡേഴ്സ് ഓഫ് റോൾഡ് ഡാൽസ് ബുക്ക്? റോൾഡ് ഡാൽസ് ബുക്കിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്നാണ്. ചിൽഡ്രൻ ആണ് കേട്ടോ. അത് ആൻസർ പറയാം. 23 വാട്ട് വുഡ് ബി ദ ചോയ്സ് ഓഫ് പേഴ്സൺ ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ലൈഫ് ആണ്. അപ്പോൾ സ്റ്റഡി ഓഫ് ലൈഫിനെ കുറിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾ ഇതിൽ ഏത് ബുക്ക് വായിക്കുന്നതാണ്. ഇതിൽ ഒരു ടൈ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൽക്കമിസ്റ്റ് ഒരു ഫിലോസഫിക്കൽ നോവലാണ്, അതേപോലെ സിദ്ധാർത്ഥ ഒരു സ്പിരിച്വൽ നോവലാണ്. ഇത് രണ്ടും ലൈഫിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന നോവൽസ് ആണ്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്കൂളിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആൽക്കമിസ്റ്റ് അല്ലെങ്കിൽ സിദ്ധാർത്ഥ ആയിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അതപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. Find out the crime novel published by G.P. Putnam's Sons in 1969. Then read the statements given below. അതിനുശേഷം ഈ ചൂസ് ദ റൈറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ 22, 23, 24, 25 ആണ് ഇനി പറയാൻ പോകുന്നത്. 22ൻ്റെ ആൻസർ ചിൽഡ്രൻ. 23 ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ആൽക്കമിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സിദ്ധാർത്ഥ ആവാം. രണ്ടിലും ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 24ൻ്റെ ആൻസർ ദി ഗോഡ് ഫാദർ. 25ൻ്റെ ആൻസർ ഓൺലി 2 ഈസ് കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഇതാണ്. The customer asked the dabawala when he would return the tiffin carrier. The dabawala replied that he would return it by 5:30 in the evening. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പോൾ കസ്റ്റമർ ചോദിച്ചതും ദാബാവാല റിപ്ലൈ ചെയ്തതും ഒറ്റതിലേക്ക് നമ്മൾ മാറ്റിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് 27 എഡിറ്റ് ദ പാസേജ് ആണ്, അത് നോക്കാം. എഡിറ്റ് ദ പാസേജിൽ വരുന്നത് 27 എ വരുന്നത് വേറാണ്. ദെൻ ബി വരുമ്പോൾ ഇൻറ്റു അല്ലെങ്കിൽ ഓൺ വരും. അതും നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. കാരണം അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഔട്ട്, ദെൻ ഹാൻഡ് ഡ്രോൺ കാർഡ്, സൈക്കിൾസ് ആൻഡ് അങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റു വരാനും ഓൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇൻറ്റു ഓർ ഓൺ ആയിരിക്കും വരിക. സി ഫെസ്റ്റൂൺ, ഡി ലേൺഡ്, ഇ ത്രൂ, എഫ് കാണ്ട് കേട്ടോ. കനോട്ടിനെ ചെറുതാക്കി എഴുതുന്നതാണ് കാണ്ട്. ഇത് എഴുതാം അല്ലെങ്കിൽ ഇത് എഴുതാം, രണ്ടായാലും ശരിയാണ്. ബി മാത്രമാണ് ഒരു സംശയം നമുക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 27. ഇനി 28 നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫ്രേസൽ വെർബാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ജീനാസ് സിസ്റ്റർ ഹാഡ് അഡ്വൈസ്ഡ് ഹെർ ടു ഡാഷ്. ABCDE ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ABCDE ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. എ വരേണ്ടത് ടേൺ അപ്പ്, ബി നോക്ക് ഓഫ്, സി കം അക്രോസ്, ഡി ലുക്ക് ഫോർവേഡ് ടു, ഇ ഗിവ് അപ്പ് ആണ് കേട്ടോ. അപ്പോൾ ABCDE നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി 29 കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് സൂട്ടബിൾ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് ആണ്. ഇതിലും ABCD ആണ്. ആ ABCD ആണ് ഞാൻ പറയാൻ പോണത്. മൈ മോം സ്റ്റേഡ് ബൈ മൈ സൈഡാ വരിക. 29 എ ബൈ ആണ്, ബി വിത്ത്, സി ആൻഡ്, ഡി ഹൂ. അപ്പോൾ 29 ABCD ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ, വിത്ത്, ആൻഡ്, ഹൂ. ഓക്കെ. ഇനി നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചാപ്ലിൻ ആൻഡ് ഗാന്ധിജി ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സൂട്ടബ്ലി ആണ്. അപ്പോൾ നമുക്ക് ദ വേൾഡ് ഈസ് അണ്ടർഗോയിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു മെക്കനൈസേഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കണം. ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്ക് ABCDE ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ABCDയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ ABCD ആണ് ആൻസർ ആയിട്ട് പറയാൻ പോകുന്നത്. 30ാമത്തെ എയിൽ ഫില്ല് ചെയ്യേണ്ടത് ഈസിൻറ്റ് ഇറ്റ്, ബിയിൽ ഫില്ല് ചെയ്യേണ്ടത് വൈ ആർ യു എഗൈൻസ്റ്റ് മെഷീനറി, സി ഡു വി നീഡ് മെഷീനറി ടു ബൂസ്റ്റ് ദി എക്കണോമി, ഡി വി ക്യാൻ സോൾവ് മെനി ഓഫ് അവർ പ്രോബ്ലംസ്, വി വിൽ ബി ട്രൂലി ഫ്രീ.
യു ഹാഡ് ബെറ്റർ തിങ്ക് അബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഈ ABCDE എന്ന് പറയുന്നതാണ് നിങ്ങൾ എവിടെ ഫില്ല് ചെയ്യേണ്ടത്? ഈ ഒരു കോൺവെർസേഷനിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി 31 റീറൈറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ആണ്. നമുക്ക് റീറൈറ്റ് ചെയ്യണം. മൈ ഫാദർ റീഡ് സ്റ്റോറീസ്, ഗാന്ധിജി വാസ് അഡ്രസ്സിങ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഇത് അർത്ഥം മാറാതെ നമ്മളത് മാറ്റി എഴുതണം. നമുക്ക് നോക്കാം. 31 സ്റ്റോറീസ് വർ റീഡ് ബൈ മൈ ഫാദർ, എ മാറ്റി എഴുതിയത് കേട്ടോ. ബി ദ സ്റ്റുഡൻസ് വർ ബീങ് അഡ്രസ്ഡ് ബൈ ഗാന്ധിജി. ഓക്കെ, ഇനി നമുക്ക് the dash of the vehicles defend the middle-aged man and he stopped in the middle of the road. Just then the dash of clouds was heard making things worse. അപ്പോൾ ഇതിലേതാ വരിക? ഹോങ്കിങ് ആണ് എ വരിക, ബി റംപ്ലിംഗ് ആണ് വരിക കേട്ടോ. ഹോങ്കിങ്ങും റംബ്ലിങ്ങും, എയും ബിയും. അപ്പോൾ 32 കഴിഞ്ഞു. അപ്പോൾ 32 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും കറക്ഷനോ തെറ്റോ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നമ്പറും അതിൻ്റെ കറക്റ്റ് ആൻസറും ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും വാച്ച് ചെയ്യുക. നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ അവൈലബിൾ ആക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.